ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ചക്കയുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുവാൻ ലക്ഷ്യത്തോടെ കതിരൂർ ബാങ്ക് ജാഗ് ഫാമിന് തുറക്കമിട്ടു. എരഞ്ഞോളി കുണ്ടൂർമല ടിയാസ് സ്റ്റഡി സെന്ററിന് സമീപം 2.5 ഏക്കർ സ്ഥലത്താണ് ഫാം ആരംഭിച്ചത്. സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോയൻ അധ്യക്ഷനായി. കാലാവസ്ഥ വ്യതിയാനം വളരെ ഭീകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല, നമ്മൾ ആഗ്രഹിക്കാത്തപ്പോൾ മഴ പെയ്യുന്നു, നമ്മൾ വിചാരിക്കാത്തപ്പോൾ ചൂട് കൂടുന്നു, നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും തണുപ്പ് വീണ്ടും കൂടി വരും. തണുപ്പ് ചില മാസങ്ങളിൽ തണുപ്പ് കൂടുന്നു. അപ്പം വലിയ രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന പ്രളയം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കാൻ സാധ്യതയുള്ള നമ്മുടെ കേരളത്തിലാണ്. കാരണം ചടങ്ങിൽ റബ്കോ ചെയർമാൻ കാരായി രാജൻ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ, ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് AK സൈബുനിസ, തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ T അനിൽ, അസിസ്റ്റന്റ് രജിസ്ട്രാർ P രാജേഷ്, മുൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, മുൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK രമ്യ, കതിരൂർ ബാങ്ക് സെക്രട്ടറി P സുരേഷ് ബാബു, KSEU സെക്രട്ടറി PK ബിജോയ്, KP അനീഷ് കുമാർ, പ്രകാശൻ മഹിജാസ് എന്നിവർ സംബന്ധിച്ചു. നാട്ടുകാരും ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വിയറ്റ്നാം, കംബോഡിയൻ എന്നീ തൈകളാണ് ഇവിടെ നട്ടുവളർത്തുന്നത്. 2 വർഷത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള തൈകളാണ് 2.5 ഏക്കർ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചെന്ന് റിട്ടയർഡ് അധ്യാപകനും കർഷകനുമായ രാമേന്ദ്രൻ പറഞ്ഞു. 7ഓളം വെറൈറ്റി ഇന്നിവിടെ നട്ടിട്ടുണ്ട്. അതുപോലെ കംബോഡിയ എന്നുള്ളത് 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഇപ്പോൾ വലിയ തൈ നട്ടിട്ടുണ്ട്. അതിൽ തന്നെ ചിലതെല്ലാം ചക്ക ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം മുതൽ കംബോഡിയന്റെ വിളവ് ഇന്ന് എടുക്കാൻ പറ്റും. പിന്നെ തേൻവരിക്ക അതുപോലെ 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതിനാണ്. 1.5 വർഷം മുതൽ 2 വർഷത്തിനുള്ളിൽ എന്തായാലും ചക്ക കായ്ക്കും. പിന്നെ മലേഷ്യന്റെ ഈ J30 3 വർഷമാണ് അതിന്റെ സമയം എടുക്കുന്നത്. പക്ഷേ ഏറ്റവും മധുരമുള്ളൊരു വെറൈറ്റിയാണ് ഈ J30. അതുപോലെ റജ്ജാക്കും 3 വർഷം പിടിക്കും. ബാക്കിയുള്ളതൊക്കെ 3 വർഷം പിടിക്കുന്നതാണ്. ഏറ്റവും വേഗത്തിൽ കായ്ക്കുന്നത് വിയറ്റ്നാം, പിന്നെ കംബോഡിയൻ, തേൻവരിക്ക. ഇത് 3 ഏറ്റവും വേഗത്തിൽ നമുക്ക് 2 വർഷത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ 3 സാധനവും. കതിരൂർ ബാങ്കിന്റെ ഈ സംരംഭം വളരെ സ്വാഗതാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ പ്രകാശ് മഹിജാസ് പറഞ്ഞു. ചക്കയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ചക്കയെ പറ്റി കേരളത്തിൽ 40 ഇനങ്ങളോളം ചക്ക അറിയപ്പെടുന്ന ഇനങ്ങളുണ്ട്, ഇനിയും കണ്ടെത്താനുമുണ്ട്. അങ്ങനെ അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആധികാരികമായി നമ്മൾ ഇതുവരെ ഇറങ്ങി തിരിച്ചിട്ടില്ല. അത് കതിരൂർ ബാങ്ക് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നത് ഏറ്റവും ശ്ലാഘനീയമാണ്, ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരുപാട് മാതൃകാ സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്ന ബാങ്കാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനമാണ് ബാങ്ക് ചെയ്യുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോയൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ വേണ്ടി ഹോർട്ടിക്കൾച്ചർ ഹബ്ബ് എന്ന സഹകരണ വകുപ്പിന്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കതിരൂർ ബാങ്ക് ഇപ്പോ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് ഇവിടെ ചക്ക കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അതിനകത്ത് വിവിധങ്ങളായ ചക്ക ഇനങ്ങൾ നമ്മൾ നട്ടുവളർത്തുകയാണ്. തുടർന്ന് ഈ കൃഷി വ്യാപിപ്പിക്കാനും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായി നമ്മൾ ഈ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.